ഒരു ക്യാബിൻ ക്രൂ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, അങ്ങ് ഹലോ, ഗുഡ് ഈവനിങ്. അങ്ങ് ജോയിൻ ചെയ്യുന്ന സ്ഥലം എനിക്ക് പറയാൻ കഴിയില്ല, അങ്ങയുടെ പേരും പറയാൻ കഴിയില്ല. അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താം. ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുമോ താങ്കൾക്ക്? ഹലോ ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ കഴിയുമോ താങ്കൾക്ക്? സോറി, എനിക്ക് പറ്റത്തില്ല. ശരി. താങ്കൾ ഇപ്പോൾ സർവീസിലുണ്ടോ? ടെർമിനേറ്റഡ് ആണോ? സമരം ചെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഇല്ല, ഞാൻ പ്രസന്റ്ലി വർക്കിംഗ് ആണ്. പ്രസന്റ്ലി വർക്കിംഗ് ആണ്. ടെർമിനേഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല? ഇല്ല. ടെർമിനേഷൻ ലെറ്റർ വരുമെന്ന് ഭയമുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് പേര് ഐഡന്റിഫൈ ചെയ്യാൻ ശരി. പറ്റില്ല. ടെർമിനേഷൻ ലെറ്റർ വരുമെന്ന് ഭയമുണ്ടോ? ഞാൻ ഈ മൊമെന്റിൽ എനിക്കൊരു ഹാപ്പി ന്യൂസ് തരാൻ പറ്റുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ലേബർ കമ്മീഷണറുടെ മീറ്റിംഗ്, മാനേജ്മെന്റായിട്ടുള്ള മീറ്റിംഗ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുന്നേ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പേഴ്സണലി അറിഞ്ഞത് അത് ഓൾമോസ്റ്റ് റിവോക്ക് ആയി. എല്ലാവരും തിരിച്ചെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. 40ഓളം പേരെയാണ് തിരിച്ചുവിട്ടത്. അവരെ മുഴുവൻ ആൾക്കാരെയും തിരിച്ചെടുത്തു. നിങ്ങളുടെ ആവശ്യങ്ങൾ കമ്പനി അംഗീകരിച്ചു. സമരം അവസാനിച്ചോ? ഇല്ല, അതാണ് നെക്സ്റ്റ് ഇഷ്യൂ സംസാരിക്കാനുള്ളത്. ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കേട്ടു, 40 പേരെയും തിരിച്ചെടുത്തു. ബാഡ് ന്യൂസ്, ഇപ്പോഴും സമരം തുടരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഞങ്ങൾ ഈ സമരമായിട്ട് അത് പറയാൻ പറ്റില്ല. എല്ലാവരും ലീവിലാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ലീവ് കിട്ടുന്നില്ലായിരുന്നു. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ കാണേണ്ടതാണ്. ഒരു സ്ഥാപനം ഇല്ലാതെ ആക്കിയിട്ടാണോ നിങ്ങൾ ലീവ് എടുക്കുക സാർ? കൂട്ട ലീവ് എടുത്താൽ ഈ 380 സർവീസുകൾ ആര് നടത്തും സാർ? ഇല്ല, എന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് സിക്കാണ്. കാരണം ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. ഇല്ലാത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു ദിവസത്തെ ലീവ് നമ്മൾ പ്രയർ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലും തരില്ല അവര്. പിന്നെ നമുക്ക് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പലതും ഉണ്ട്. പിന്നെ പേഴ്സണലി സിക്കായ പോലും അതിന് വരെ നമുക്ക് പല സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഓവറോൾ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഒരു ലാസ്റ്റ് 1 year ആഫ്റ്റർ ദ മെർജർ, ഐ ക്യാൻ സേ. എൻ്റെ ഒരു സംശയം അതല്ല, നിങ്ങൾ സമരം ചെയ്തു, അതിന്റെ കോസ് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ദൃശ്യങ്ങളും പ്രേക്ഷകരെ കാണിച്ചു. നിങ്ങളെ എങ്ങനെയാണ് ഈ മെർജറിന് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ആ വിഷയത്തിൽ. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് കൂട്ടത്തോടെ സിക്കിൽ, താങ്കളുടെ കാര്യമല്ല, താങ്കൾക്കൊപ്പമുള്ള സഹപ്രവർത്തകരടക്കം കൂട്ടത്തോടെ 200 പേരിലധികമാണ് ഈ സിക്ക് ലീവ് എടുത്ത് മാറി നിൽക്കുന്നത്. അത് സർവീസിനെ ബാധിക്കും. ഇപ്പോൾ 20,000-ഓളം യാത്രക്കാരിൽ ഒരാൾ പോലും ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അടുത്ത കാലത്തെങ്ങും യാത്ര ചെയ്യാൻ പോവില്ല. 1,000 രൂപ കൂടുതലാണെങ്കിലും മറ്റുള്ള എയർലൈൻസിലേക്ക് പോകും, ഇൻഡിഗോയിലേക്ക് പോകും, അതല്ലെങ്കിൽ ജെറ്റിലേക്ക് പോകും. അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ തകർക്കുന്ന ഒരു നീക്കമായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റ് ഇതിനെ കണ്ടിരിക്കുന്നത്. ഇല്ല സർ, ഇല്ല. ഞങ്ങളെല്ലാവരും പാഷനോടുകൂടി ഫ്ലൈയിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും പാഷനേറ്റ് ആയിട്ട് ഫ്ലൈയിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓൾമോസ്റ്റ് 10 years, 12 years കഴിഞ്ഞ 14, 18 years, 16 years കഴിഞ്ഞ ആൾക്കാരും ഇപ്പോഴും ഫ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു ഡിമാൻഡ് അത് അക്സെപ്റ്റ് ചെയ്യാനോ, എന്തുകൊണ്ട് നമ്മൾ അയക്കുന്ന ഒരു മെയിലിനെ റിവേർട്ട് ചെയ്യാനോ അവർക്ക് കഴിയുന്നില്ല. ടോപ്പ് മാനേജ്മെന്റിന് എന്തുകൊണ്ട് റിപ്ലൈ തരാൻ പറ്റുന്നില്ല? പക്ഷെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കി. ഇതിൽ പല കസ്റ്റമേഴ്സും ഇന്നലെ പ്രാഗിക്കൊണ്ടാണ് പോയത്, ശപിച്ചുകൊണ്ടാണ് പോയത്. ഇല്ല സർ, ഇത് ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ് പലർക്കും. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഞാൻ പേഴ്സണലി സിക്കായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത്. ഞാൻ അങ്ങയുടെ കാര്യമല്ല ചോദിച്ചത്. എങ്കിലും താങ്കളുടെ സഹപ്രവർത്തകരിൽ ചിലരെങ്കിലും നിങ്ങളെ ഈ സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ പീക്കിൽ എത്തിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അതിന് ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിരുന്ന വാചകം ഇതാണ്: കൺസേർട്ടഡ് ആക്ഷൻ വിത്ത് എ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ടു നോട്ട് ഓപ്പറേറ്റ് ദി ഫ്ലൈറ്റുകൾ സർവീസ് നടത്തരുത് എന്ന സ്ഥാപിത താല്പര്യത്തോടു കൂടി സംഘടിതമായി നിങ്ങൾ എടുത്ത തീരുമാനമെന്നാണ്. സർ, ഞങ്ങളുടെ ഓഫീസ് ജോബ് അല്ല. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എയർ ആണ്. എയറിൽ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഓഫീസ് പൂട്ടി ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ആണ്. ഫ്ലൈയിങ്ങിന് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ കൂട്ടുകാരി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹോട്ടൽ അക്കോമഡേഷൻ, ട്രാവൽ ഡെസ്ക് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ സാർ? സാർ, ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ ഇന്ന് രാവിലെ വന്നൊരു കസ്റ്റമർ പറഞ്ഞത് അയാളുടെ വിസ കാലാവധി ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. മറ്റൊരു ടിക്കറ്റ് എടുത്ത് പോകാൻ അയാൾക്ക് കഴിയില്ല. 18,000 രൂപ റീഫണ്ട് ടിക്കറ്റ് എടുത്താണ് അയാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ സമരം കാരണം അയാൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? സർ, മനസ്സിലാക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. ഞങ്ങൾ ഡെയിലി കാണുന്നതാണ്. പാസഞ്ചേഴ്സിനോട് ഞങ്ങൾ ഇത്രയും 100% ഡെഡിക്കേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 100% ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്തവർക്ക് അറിയാം എത്രത്തോളം 100% ഡെഡിക്കേറ്റഡ് ആണ് ക്യാബിൻ ക്രൂ എന്ന്. വേറെ എയർലൈനിലും കിട്ടാത്ത ഒരു സ്വീകാര്യത എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ. നിങ്ങൾ എപ്പോഴാണ് ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത് സർ? സർ, ഇപ്പോൾ എനിക്ക് ഹാപ്പി ന്യൂസ് തന്നെയാണ് സാറിന് തരാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മീറ്റിംഗ് റിസോൾവ് ആയി.
ചീഫ് ഓഫ് HR അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് മീറ്റിംഗ് ഞങ്ങളുടെ ഗ്രീവൻസസ് കേൾക്കാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമരം പിൻവലിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മെയിൽ റിസീവ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ബാക്ക് ടു ഫ്ലൈയിങ് പോകണമെന്നാണ്. അപ്പൊ സോ യു ആർ ഗോയിങ് ടു ഫ്ലൈ ബാക്ക്? യെസ്, ഐ ആം ഗോയിങ് ബാക്ക്. സോ സമരം അവസാനിച്ചു? സമരം ഏകദേശം അവസാനത്തിലെത്തിയെന്നാണ് ഞാൻ അറിയുന്നത്. That's great, sir. That's a good news. Sir. Thank you. Thanks a lot.